ഇമാം ഖുർത്തുബി റഹിമഹുല്ല അത്തദ്കിറ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ വരും. തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ക്രിസ്ത്യൻ ഫാമിലിയിലെ പെൺകുട്ടിയായി അയാൾക്ക് ലവ് അഫെയർ. അയാൾ ആ പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി അങ്ങോട്ട് ഒരിക്കൽ പോയി. ബാങ്ക് കൊടുക്കാൻ കയറി അയാൾ താഴെ ഇറങ്ങിപ്പോയി. പോയ സമയത്ത് ആ പെൺകുട്ടിയുടെ ഫാദർ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ മോളെ തരാമെന്ന്. അങ്ങനെ ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. മുർത്തദ്ദായി, ഈമാൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ആ പെണ്ണിനെ സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ അയാളെ കാല് തടഞ്ഞ് അയാൾ തന്നെ വീണ് മരണപ്പെട്ടു. അല്ലാ നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനേ. മൊബൈലിൽ പാതിരാവിൻ്റെ പഴുതിൽ ഹറാമുകൾ കണ്ടിട്ട് ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തിലെങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ, ആ ഉറക്കത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസമങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, പരിപാടി കഴിഞ്ഞ് ഇശാ വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കാമെന്ന് കരുതി ഉറക്ക് നല്ല ബാധിച്ച് ക്ഷീണമുണ്ടായ വലബത്തുന്നൗമിൻ്റെ സമയം ഇശാ പിന്തിച്ച് പിന്നെ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കാമെന്ന് കരുതിയിട്ട് ആ ഉറക്കത്തിലെങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ കണ്ണ് പിന്നെ തുറക്കുന്നത് ഖബറിലാണ്. അവസാനത്തെ വക്ത് നഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഖബറിലെത്തുന്നത്. ജീവിതത്തിൽ നമ്മൾ എന്ത് കൂടുതൽ ചെയ്താലും അത് ചെയ്തുകൊണ്ടിരിക്കും, മരണപ്പെടും. അബൂ യൂസുഫ് റളിയല്ലാഹുവിൻ്റെ മസല ചർച്ച ചെയ്യുമ്പോഴാണ് വഫാത്തായത്. ഒരു മഹാനോട് വഫാത്തിന് ശേഷം സ്വപ്നത്തിൽ കണ്ട ആൾ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മരണവേദന? മഹാന്റെ മറുപടി, മരണവേദന ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. എന്തേ? കുന്തു അതഅമ്മലു മസ്അലതൻ, ഞാനൊരു ഫിഖിന്റെ മസല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്റായിൽ വന്നിട്ട് റൂഹ് പിടിച്ചിട്ട് ഒറ്റ പോക്ക്. വലം മശ്ഊർ ബി ഖുറൂജി റൂഹി, എൻ്റെ റൂഹ് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. മസ്അലൻ്റെ മധുരം കൊണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടന്നില്ല. ഒരു കുളിച്ച് വൃത്തിയായി സുഹൈൽ ബുഖാരി എടുത്ത് സുഗന്ധം പൂശി കഫംപുട വിരിച്ച് അതിലിരുന്ന് ബുഖാരി ഓതി മുത്തം കൊടുത്തിട്ട് നെഞ്ചോട് ചേർത്തിട്ട് അവസാനിമാ വഫാത്തായത്. സൂഫി എന്തിന്? മുത്താലിമായിട്ട് മരിച്ച പവറുണ്ടല്ലോ അതുകൊണ്ട്. കണ്ടാ നമ്മൾ എങ്ങനെയായിരിക്കും മരണപ്പെടുക? ഖാലിദ് ബിൻ മുഅദിൻ എന്ന് പറയുന്ന പണ്ഡിത ശ്രേഷ്ഠർ, ആയിരക്കണക്കിന് തസ്ബീഹ് ഡെയിലി ചൊല്ലുന്ന മഹാൻ, അൽ ഹാവിലിൽ ഫത്താവയിൽ കാണാം വഫാത്തായിട്ട് കറാമത്ത് എന്നോണം പഴയ അർത്ഥത്തിൽ ശീലത്തിൽ മഹാനവറുകൾ വഫാത്തായിട്ട് ജനാസ കട്ടിൽ ഇങ്ങനെ കടത്തുമ്പോൾ ഓരോ വിരൽ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. പഴയ ശീലത്തിൽ തസ്ബീഹിലെ ശീലത്തിൽ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. നമ്മളാറ്റം മരിച്ചാൽ വിരൽ അനങ്ങുവാണെങ്കിൽ കൈ അനങ്ങുവാണെങ്കിൽ ആദ്യം കീശ വരുന്നു. ആ വലിയ ഫോൺ ചെറുത് മേശമേലുണ്ട്, വലിയ ഫോൺ ഞാൻ മരിക്കുമ്പോൾ ഇവിടെ വെച്ച്, ഉറങ്ങുമ്പോ ഫോണ്, ഉറങ്ങി എഴുന്നേറ്റം ഫോണ്, നിസ്കാരം കഴിഞ്ഞാൽ ഓടാ ഫോണ്. എന്തുവാടാ നമ്മുടെ ജീവിതത്തിനൊരു ചിട്ട? നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, നമുക്കൊരു ജീവിതത്തിന് അജണ്ട വേണ്ടേ? എന്താ നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? നമ്മൾ എന്താണ് ആഖിറത്തിലേക്ക് നേടിയെടുത്തത്? തൂക്കുമരത്തിലേക്ക് ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം, എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ലാസ്റ്റത്തെ ആഗ്രഹം? അതിന് മഹാന്റെ മറുപടി, ദഅനി ഉസല്ലി റകഅതൈൻ, ഒരു 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി എനിക്ക് നിസ്കരിക്കണം. ആ നിസ്കാരം ഭംഗിയായി നിർവഹിച്ചിട്ട് മഹാൻ തിരിച്ചു വന്ന് പറയാണ്, എനിക്ക് കൂടുതൽ സമയം എൻ്റെ അല്ലാഹുവിനോട് വർത്തമാനം പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ സമയം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഖുബൈബിന് മരണം പേടിച്ചിട്ടാണ് നിസ്കാരം ദീർഘിപ്പിക്കുന്നത്. അത് വേണ്ട, അത് വിചാരിച്ചിട്ടാണ്. മരിക്കുമ്പോൾ എന്താ ആഗ്രഹം? ഒന്ന് വീഡിയോ കോളിൽ ഭാര്യയെ കിട്ടണമെന്നില്ല, എനിക്കെൻ്റെ 2 റക്അത്തിലൂടെ എൻ്റെ അള്ളാഹിനോട് മിണ്ടണം. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു, ഇന്നഹു കസ്മിഹി, പേര് പോലെ സാബിത്തും ഫിദ്ദീൻ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, ജീവിതം അതിസൂക്ഷ്മമായി ജീവിച്ചു തീർത്ത മഹാൻ, രാത്രി ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യും. ഒരു ദിവസം ഒരു ഖത്ം ഓതി തീർക്കും. 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. വഫാത്തായിട്ട് മഹാനവറുകൾ വഫാത്താവുന്നതിൻ്റെ തൊട്ട് മുമ്പ് മകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാനിരിക്കുമ്പോൾ
ഉപ്പ പറയുന്ന വാക്ക്, മോനെ നീ ഇപ്പോഴും എനിക്ക് ദിക്ർ ചൊല്ലി തരികയാണോ? എനിക്ക് ഇന്ന് ചൊല്ലി തീർക്കാനുള്ള 7ാമത്തെ ഔറാദിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഹിസ്ബുൻ നസ്ർ, വിർദുൽ ലത്തീഫ്, ദലായിലുൽ ഖൈറാത്ത് എന്നൊക്കെ പറയുന്നത് പോലെ 6ാമത്തെ ഔറാദ് പൂർത്തിയാക്കി 7ാമത്തേതിലേക്ക് എത്തിയ ഉപ്പാക്കാണോ മോനിത് ചൊല്ലിത്തരുന്നത്? അല്ലാ അവരുടെ ഒരു ജീവിതം നോക്കൂ. മഹാനവറുകൾ വഫാത്തായിട്ട് ഖബറടക്കുന്ന ഘട്ടം, ഖബറടക്കുമ്പോൾ കല്ലിങ്ങനെ വെക്കുമല്ലോ, അതിൻ്റെ മീതെയാണല്ലോ മണ്ണിടുക. ഒരു കല്ല് താഴെ വീണ് പോയപ്പോൾ ഖബർ ഒഴിക്കുന്ന ആൾ ബാക്കി കല്ലൊക്കെ മാറ്റിയിട്ട് ആ കല്ലെടുക്കാൻ വേണ്ടി താഴെ ഇറങ്ങി. കണ്ട അത്ഭുതം, ഫഇദൻ ഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരി. മഹാനവറുകൾ ഖബറിന് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഖബറടക്കം പൂർത്തിയായിട്ടില്ല, മണ്ണിടാൻ തുടങ്ങിയിട്ടില്ല. അപ്പോഴേക്ക് മഹാൻ ഖബറിന് നിസ്കാരം തുടങ്ങി. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഉടനെ ഈ മോമിനികളെല്ലാം മഹാനവറുകളുടെ ഈ ദഫൻ പൂർത്തിയാക്കിയിട്ട് വീട്ടിലേക്ക് പോയിട്ട് മോളോട് ചോദിച്ചു, ഉപ്പാൻ്റെ ലൈഫ് സ്റ്റൈൽ ഒന്ന് പറഞ്ഞുതരാവോ മോളെ? മറുപടി, ഉപ്പ എപ്പോഴും രാത്രി നീണ്ട നിസ്കാരത്തിന് ശേഷം അത്താഴ സമയമായാൽ ദുആ ചെയ്യും, അല്ലാഹ് എനിക്ക് ഒരാഗ്രഹമുണ്ട് നിന്നോട് പറയാൻ. എന്താണെന്ന് വെച്ചാൽ ഖബറിന്ന് ആർക്കെങ്കിലും നിസ്കരിക്കാൻ ചാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ ഡെയിലി ഫർളിൻ്റെ പുറമെ 300 റക്അത്ത് അള്ളാഹിൻ്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ 600 സുജൂദ് ചെയ്യും. എന്നിട്ടും നമുക്ക് സുജൂദ് നിസ്കരിച്ചിട്ടൊന്നും പൂതി തീർന്നിട്ടില്ല, പ്ലീസ് ഖബറിന് തരണേ അല്ലാ. നമ്മൾ ഇന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് സെൽഫി ക്ലിക്ക് ചെയ്യാം. വിത്തർ ഒന്നിലൊതുക്കൽ മസാല കണ്ടെത്തല്ല വേണ്ടത്, നമ്മുടെ ജീവിതത്തിന് പുതിയ നന്മകൾ കണ്ടെത്തണം.